സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ ഹൃദയം എന്ന് പറയുന്ന സൂറത്തുൽ യാസീൻ. ആ യാസീൻ മഹാന്മാർ പറഞ്ഞ രീതിയിൽ ഒരു പ്രത്യേക ഇതിൽ നാം ഓതിയാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരും. എങ്ങനെ ഓതണം എന്നല്ലേ? ആദ്യമായി ബിസ്മി ചൊല്ലി യാസീൻ എന്നുള്ള ആയത്ത് 7 തവണ ചൊല്ലുക. 7 തവണ യാസീൻ എന്നത് യാസീൻ 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 അങ്ങനെ 7 തവണ ചൊല്ലുക. യാസീൻ എന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ അങ്ങനെ ഒരുപാട് ആയത്തുകളുണ്ട്. യാസീൻ എന്ന ആയത്ത് 7 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഓതുന്ന പോലെ അങ്ങ് ഓതുക. അവസാനം 38ാമത്തെ ആയത്ത് വരെ ഒറ്റ തവണ ഓതുക. 38ാമത്തെ ആയത്ത് എത്തുമ്പോൾ ഏതാണ്? 38ാമത്തെ ആയത്ത് വശംസു ശജറി ലിൽ മുസ്തഖറിൽ ലമാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്നുള്ള ഈ ആയത്ത് നാം ഓതേണ്ടത് 14 തവണ ആവർത്തിച്ച് ഓതണം. അതിന് ശേഷം അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം തന്നെ ഓതുക. ഓതി 58ാമത്തെ ആയത്ത് എത്തുമ്പോൾ സലാമും ഖൗല മിർ റബ്ബി റഹീം എന്ന ആയത്ത് 7 തവണ ഓതണം. അത് ഓതിയതിന് ശേഷമുള്ള ഭാഗം സാധാരണ പോലെ ഒരു പ്രാവശ്യം ഓതുക. എന്നിട്ട് 89ാമത്തെ ആയത്ത് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർളി ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവ ഖല്ലാഖുൻ അലീം. ഇതാണ് 81ാമത്തെ ആയത്ത്. ഓതേണ്ടത് 12 തവണയാണ്. അത് കഴിഞ്ഞ് ബാക്കി സാധാരണ ഒരു വട്ടം അങ്ങനെ ഓതുക. എന്നിട്ട് യാസീൻ പൂർത്തിയാക്കുക. സാധാരണ ഓതും പോലെയാണ്, ചിലയിടത്ത് ആവർത്തിച്ച് ഓതണം എന്നാണ്. സാധാരണ യാസീൻ ഓതുക, അതിനിടയ്ക്ക് ഈ 3 കാര്യങ്ങൾ ആവർത്തിച്ച് ഓതുക. ഇങ്ങനെ ഓതി പൂർത്തിയായാൽ ഏത് സമയത്താണല്ലേ, ഈ സുബ്ഹി നിസ്കാരത്തിന് ശേഷമാണ് ഇത് ഓതേണ്ടത്. 4 തവണ ഓതണം. ഓതിയതിന് ശേഷം ഒരു ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം ഹലാലായ ഉദ്ദേശം ഏതാണോ ആ ഉദ്ദേശം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു എനിക്ക് ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണേ. അങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരും. ഇത് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുക. നമ്മൾ നല്ല പ്രയാസപ്പെടുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്യുക. അല്ലാതെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചെയ്യരുത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്.